സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായതോടുകൂടി പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ ഉള്ളത്. പാലക്കാട്, വയനാട്, ചേലക്കര ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കണക്ക് കൂട്ടലുമായി രാഷ്ട്രീയ കക്ഷികളൊക്കെ സജീവമാണ്. എന്തായാലും വഖഫ് അധിനിവേശം തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്ക ഇടത് വലത് മുന്നണികൾക്കുണ്ട്. കാരണം ഈ വഖഫ് അധിനിവേശത്തിനെതിരായ പിന്തുണ, അത് ജനകീയ പിന്തുണയൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു പകൽ അല്ലെങ്കിൽ 2 പകൽ കാത്തിരുന്നാൽ മാത്രം മതി ഫലം അറിയാനായി. അവസാന നിമിഷം ഈ രാഷ്ട്രീയ കക്ഷികൾ, മുന്നണികളൊക്കെ ഏത് തരത്തിലാണ് ഈ ഫലമൊക്കെ അവലോകനം ചെയ്യുന്നത്? അനു, എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്. കൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെ നടക്കുകയാണ്. ഒരുപക്ഷെ മുൻ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, മുൻ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉറ്റുനോക്കുന്നത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വഖഫ് അധിനിവേശം തന്നെയായിരുന്നു ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ചർച്ചയായതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വഖഫ് അധിനിവേശത്തിൽ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അതായത് മൗനം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷവും നിലകൊള്ളുന്നത്, അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് NDA വിലയിരുത്തുന്നത്. ഇന്നലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി 3 മണ്ഡലങ്ങളിലെയും വോട്ടുകൾ പെട്ടിയിലായിട്ടുണ്ട്. ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും വിജയം ഉണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷ കണക്കുകൂട്ടലുകളൊക്കെയാണ് എല്ലാ ക്യാമ്പുകളിലും ഉള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 70.51% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നഗരമേഖലകളിൽ, പ്രത്യേകിച്ച് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ വോട്ടിംഗ് ശതമാനം ഉയർന്നത് ആർക്ക് അനുകൂലമാകും മേഖലകളിൽ ഇത്തിരി മേൽക്കോയ്മ കൂടുതലുണ്ട്. സ്വാഭാവികമായും ഈ പോളിംഗ് ചെയ്ത വോട്ടുകൾ അത് BJPക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് BJP ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ പാലക്കാട് ഉണ്ടായിട്ടുള്ള ചില ട്രോളി വിവാദങ്ങൾ, ഒപ്പം തന്നെ അവസാന മണിക്കൂറുകളിൽ നടന്നിട്ടുള്ള വിവാദങ്ങൾ, ഹോട്ടലുകളിൽ നടന്നിട്ടുള്ള റെയ്ഡ്, തെരഞ്ഞെടുപ്പിന് പണം ഒഴുക്കിയെന്നുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിൽ അവിടെ ചർച്ചയായതുമാണ്. സ്വാഭാവികമായും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ശക്തമായ മത്സരം നടന്നു എന്നതിനപ്പുറം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഇന്നലെ ഒരു മത്സരമാണ് പാലക്കാട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഒരുപക്ഷെ അത് ഇന്നലെ മാത്രം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രത്യേകമായി നമുക്ക് അത് അവലോകനം ചെയ്യുകയും വേണം. പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം അരുണാലത്തൂർ അല്പസമയത്തിനകം തന്നെ ചേരുകയും ചെയ്യും. പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ നേരത്തെ ജനം TVയോട് 1 മണിക്കൂറോളം സമയം അദ്ദേഹം അതിഥിയായി ഉണ്ടായിരുന്നു രാവിലെ പുത്തൻപുലരിയിൽ. അപ്പോഴും അദ്ദേഹം വലിയ വിജയപ്രതീക്ഷ പങ്കുവച്ചിരുന്നത് നമ്മൾ കണ്ടതുമാണ്. ഇനി വയനാട്, ചേലക്കരയെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രചാരണ കാലഘട്ടങ്ങളിൽ വിവാദങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. ശാലിനി, പാലക്കാട്ടേക്ക് വരാം. അരുണാലത്തൂർ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് വരാം. ശാലിനി, ഒന്നുകൂടി ഈ പാലക്കാട് വലിയ രീതിയിലുള്ള വീറും വാശിയും ഒക്കെ നമ്മൾ ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം കണ്ടു. വയനാടും ഒട്ടും മോശമല്ല. അല്പമെങ്കിലും ഒന്ന് മാറി നിന്നത് ചേലക്കര മാത്രമാണ്. എങ്കിലും വിവാദങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല താനും. ശക്തമായ മത്സരം, ഒപ്പം തന്നെ ശക്തമായ വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ക്ഷീണം മാറുന്നതിന് മുൻപ് തന്നെയാണ് അവിടേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരു കുടുംബാധിപത്യം തുടർച്ചയാക്കാനുള്ള കോൺഗ്രസിന്റെ UDFന്റെ ശ്രമം, അത് വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. രാഹുൽ പോകുന്നു, തൊട്ടു പിന്നാലെ പ്രിയങ്ക അവിടേക്ക് വരുന്നു. അവിടെയുള്ള DCCക്ക് അടക്കം വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. അത് മറന്നേക്ക് പുറത്തു വരുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടതുമാണ്. പ്രത്യേകിച്ച് അവിടെയുള്ള സ്ഥിരം പ്രവർത്തിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി അവിടേക്ക് കൊണ്ടുവരുന്നു. UDFന്റെ നേതൃനിര എല്ലാം തന്നെ വയനാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് നടക്കും എന്നുള്ളതാണ്. കരുത്തുറ്റ BJP സ്ഥാനാർത്ഥി അവിടെ വലിയ രീതിയിലുള്ളൊരു മത്സരം പ്രിയങ്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടുകളിൽ നിന്നും ഒപ്പം തന്നെ അവിടുത്തെ പോളിംഗിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1 മാസത്തിലധികം നീണ്ടു നിന്ന് വീറും വാശിയും നിറഞ്ഞു നിന്ന
പോരാട്ടം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, എന്തായാലും അതെല്ലാം കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ആരായിരിക്കും ലോക്സഭയിലേക്ക് പോവുക എന്നുള്ളത് ഇനി വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കണ്ടറിയാൻ. അതേസമയം തന്നെ ചേലക്കരയിലും സമാനമായ രീതിയിൽ തന്നെയാണ്. അവിടെയൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഈ വഖഫ് അധിനിവേശമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, ഭരണസ്തംഭനം അടക്കമുള്ള കാര്യങ്ങൾ, ഭരണ വിരുദ്ധ വികാരം ഉൾപ്പെടെ ചേലക്കരയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഒരു വെല്ലുവിളിയാണ്. CPM-ന്റെ ഒരു ശക്തമായ ഒരു മണ്ഡലം, അവിടെ നിന്നും ലോക്സഭയിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ നിലനിർത്തുക അല്ലെങ്കിൽ ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പോരാട്ടം ആണ്. അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു മത്സരം അവിടെ കാഴ്ചവെക്കാനായി BJP ശക്തമായൊരു മത്സരം ഇരു മുന്നണികൾക്കും അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും വരുന്ന ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരുന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും കാത്തിരിക്കുകയാണ് മുന്നണികൾ. എന്തായാലും വഖഫ് അധിനിവേശം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചയായി ഈ 3 മണ്ഡലങ്ങളിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ക്രൈസ്തവർ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തിരിഞ്ഞ സാഹചര്യത്തിൽ ഈ 3 മണ്ഡലങ്ങളിലെയും ക്രൈസ്തവ വോട്ടുകൾ ഏറെ നിർണായകമാണ്. ഈ വോട്ടുകൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മുന്നണികൾ ശുഭാപ്തി പ്രതീക്ഷയിലാണ്, കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാവരും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളും പ്രതീക്ഷകളും ഒക്കെ വരാൻ പോകുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ തലസ്ഥാനത്ത് എത്തിയിരുന്നു. ശുഭാപ്തി പ്രതീക്ഷയിലാണ് 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. BJP-യും സമാനമായി തികഞ്ഞ ആത്മവിശ്വാസമാണ്. അവർക്ക് കുറച്ചുകൂടി പാലക്കാട് മണ്ഡലത്തിൽ ആത്മവിശ്വാസം കൂടുതലായി പങ്കുവെക്കുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസും ഒപ്പം തന്നെ BJP-യും തമ്മിൽ നടന്നൊരു നേർക്കുനേർ പോരാട്ടത്തിൽ BJP തന്നെ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പങ്കുവച്ചിട്ടുണ്ട്. എന്നാലും ാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ കുറിച്ച് പോസ്റ്റിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്ന അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് എന്തായാലും ഇന്ത്യ ഉള്ളത്.